ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് എന്ന് പറയാം. ഒരു 6 മണിയായപ്പോൾ തന്നെ അലാറൊക്കെ സെറ്റ് ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നു. കൃത്യം 6 മണിക്ക് തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ട്. ഇന്നെങ്കിലും നമുക്ക് നേരത്തിനും കാലത്തിലും വെച്ചുണ്ടാക്കിയിട്ട് ടൈമിന് തന്നെ ഓഫീസിൽ പോകാമല്ലോ. അപ്പോൾ നേരെ എണീറ്റ് വന്ന് അടുക്കളയോട്ട് വന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് അരി കഴുകി ചോറിനല്ലേ അരിയും വെള്ളം ഒരുമിച്ച് തീമിട്ട് എന്നിട്ടൊന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും ആവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. പെട്ടെന്ന് ആവണ പരിപ്പ് തന്നെയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇതേ നേരം നല്ല പോലെ വെളുത്തിട്ടുണ്ട് കേട്ടോ. വാതിൽ തുറന്നതും പിള്ളേരൊക്കെ പിന്നെ മുറ്റത്ത് കൂടിയാണ്. വേഗം പോയി ഗേറ്റ് അടയ്ക്കട്ടെ, ഇല്ലെങ്കിൽ അവർ മതിൽ ചാടുമെന്ന് പറഞ്ഞ പോലെ ഗേറ്റ് ചാടിപ്പോകും കേട്ടോ. സോ നമുക്ക് വേഗം ഗേറ്റ് അടയ്ക്കാം. പിന്നെ പോകണ നേരത്തെ അവരെ തപ്പി പിടിച്ചെടുത്ത് വീട്ടിൽ കൊടുന്നാക്കേണ്ടി വരും. സോ ഇനി നമുക്ക് ചോറ് വേണതിന് മുന്നേ നമുക്ക് അലക്കലതൊക്കെ സോപ്പും പൊടിയിൽ ഇട്ട് വെക്കാം കേട്ടോ. എന്നാൽ പിന്നെ നമ്മുടെ പണി ഒരുങ്ങുമ്പോഴേക്കും അതൊക്കെ ഒന്ന് സെറ്റായി ഇരിക്കും. ചളിയൊക്കെ ഒന്ന് ഇളകി അവിടെ ഇരുന്നോളും. അങ്ങനെ ഇത് ബാത്റൂമിൽ തന്നെയാണ് കേട്ടോ അലക്കാല സെറ്റപ്പൊക്കെ. ഞാൻ ഇവിടുത്തിനകത്ത് തന്നെ അലക്കലേ. പുറത്ത് വേറെ കല്ലുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഇവിടുന്ന് അലക്കാറില്ല. അപ്പോൾ വെള്ളത്തിൽ സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൽ തുണികളൊക്കെ മുക്കി വെച്ചിട്ട് കൈ കഴുകിയിട്ട് നേരെ അടുക്കളയിട്ട് വന്നു കേട്ടോ. അടുക്കളയിലോട്ട് വന്നപ്പോൾ അരി വെന്തിട്ടുണ്ടായിരുന്നു, വേഗനായിട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് സെറ്റാക്കി ചോറ് ഊറ്റാം. ഇനി നമുക്ക് ചോറ് ഊറ്റാം. ഇനി വല്ലാതെ വേവിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് നല്ലപോലെ വേഗണത് ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇനി ഊറ്റാന്ന് വെച്ചു കേട്ടോ. അപ്പോഴേക്കും ഞാൻ കുറച്ച് കുമ്പളങ്ങയും വഴുതനങ്ങയും തക്കാളിയും പരിപ്പും കൂടെ കരിഞ്ഞിട്ട് കുക്കറിലാക്കിയിട്ട് അടുപ്പിൽ വെച്ചു കേട്ടോ. അടച്ചു വയ്ക്കുന്നൊന്നുമില്ലേ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പിട്ട് അത് അടുപ്പിൽ വെച്ച് പോന്നു. ഇനി നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങാം. ഇന്ന് വീടിൻ്റെ 4 ഭാഗം നമുക്ക് അടിച്ചൊരു വൃത്തിയാക്കുന്ന ദിവസമാണ്. ഞാൻ ഓരോ ദിവസം ഓരോരോ പണികളാണ് എടുക്കുന്നത്. കാരണം അപ്പോഴേ നമുക്ക് ഒരു ടൈം കിട്ടുള്ളൂ. രാവിലെ എല്ലാം റെഡിയാക്കിയിട്ട് 8:30 ഇറങ്ങണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ പണി. എല്ലാ ദിവസവും എല്ലാ പണിയും ഞാൻ എടുക്കാറില്ല. ഞാൻ എൻ്റെ ഓരോ ടൈമിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ടാങ്ക് വെച്ച ഭാഗത്ത് ഞാൻ ഈ മുറ്റടിക്കാത്ത സമയത്ത് മാത്രം അവിടെ മാത്രം ക്ലീൻ ആക്കിയിട്ട് കത്തിച്ച് പോകും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കാരണം നമുക്ക് ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര എനിക്കതറിയാൻ പാടില്ല എങ്ങനെയൊക്കെ. എന്നാലും ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാനേജ് ചെയ്തിട്ട് രാത്രി ഞാൻ തുടയ്ക്കും. അങ്ങനെയൊക്കെ എല്ലാം ക്ലീനിങ്ങും നടത്തും. പക്ഷേ ടൈം വ്യത്യാസം ഉണ്ടാവും. എല്ലാം ഒരുമിച്ച് ചെയ്യില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. അടുക്കളൻ്റെ ഒരു സൈഡ് അടിച്ചു വാരിയിട്ട് പുറകു ഭാഗത്ത് ഒരു സൈഡ് അടിച്ചു വാരി. ഇത് വീടിൻ്റെ മറ്റൊരു സൈഡാണ്. അപ്പോൾ അവിടെയും അടിച്ചു വാരുന്നുണ്ട്. 4 ഭാഗം അടിച്ചു വാരണമല്ലോ. ഇപ്പോൾ 3 ഭാഗം ഓൾറെഡി കവർ ചെയ്ത് നമ്മൾ അടിച്ചു വാരി കേട്ടോ. അധികം ചപ്പൊന്നും ഉണ്ടാവില്ല. ഞാൻ ഡെയിലി മുറ്റടിച്ചു വരും. അതുകൊണ്ട് അധികം ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ തീരെ ഇല്ലാതാകുമ്പോൾ അന്ന് ഒരു ദിവസം അടിക്കില്ല, പിറ്റേ ദിവസം അടിക്കും കേട്ടോ. ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ പിന്നെ ഈ ചെടിയുടെയും അതിൻ്റെയും മാത്രം ചപ്പുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ അടിച്ചു വരി വന്നപ്പോൾ മുല്ലൻ്റെ ആ ചെടിയൊക്കെ ആകെ വാടിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അടിച്ചു വരി കഴിഞ്ഞിട്ട് നനയ്ക്കാമെന്ന് വെച്ചതാണ്. പക്ഷേ എനിക്ക് എന്തോ സമ്മതിച്ചില്ല, എൻ്റെ മനസ്സിന് സമ്മതിച്ചില്ല. അവിടെ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അപ്പം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് എന്നിട്ടാണ് ബാക്കി മുറ്റം ഞാൻ അടിച്ചു വരിക കേട്ടോ. എന്നെ നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വാരി വന്നു. മുറ്റം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ചെക്കനും ഇതിന് മുകളിൽ കയറുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് അപ്പുറത്തെ വീട്ടിൻ്റെ ഇതെന്താണ് അയ്യോ സൺസൈഡുമ്പോൾ കയറി ചാടും. പിന്നെ ഫുഡിൻ്റെ കവറിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേട്ട ആൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഓക്കെ. പിന്നെ നമ്മളെന്താ സാമ്പാറിൽ മഞ്ഞപ്പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. മുളകും പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കുറച്ച് കായവും പിന്നെ എന്തൊട്ടാ ഉപ്പൊക്കെ ഇട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി എടുത്തു. നമ്മൾ അടിച്ചോരി വന്നപ്പോഴേക്ക് ഒരുവിധം കറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുമ്പളങ്ങയും വഴുതനങ്ങയും തക്കാളിയൊക്കെ അധികം വേവില്ലാത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം കൂടി ആ ഒരു പൊടികളൊക്കെ ഒന്ന് പിടിക്കണ വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ വയ്ക്കാനും ഉണ്ടാക്കാനും ഒന്നും സാധനങ്ങളൊക്കെ പച്ചക്കറിയൊക്കെ തീർന്നിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ കടയിൽ ചില്ലറ പൈസ ഒക്കെ ഇട്ട് വയ്ക്കും. എന്തിനാ എനിക്കറിയാൻ പാടില്ല. അമ്മ പറഞ്ഞതാണ്, അതുകൊണ്ട് അങ്ങനെ ഇട്ട് വയ്ക്കുന്നത് മാത്രം. അങ്ങനെ കടുക് പൊട്ടിച്ചിട്ട് അത് കറിയിലിട്ട് ഒഴിച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് കറി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇനി രാവിലെ കഴിക്കാൻ വേണ്ടി ഞാൻ ചീയപ്പാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അത് മലപ്പുറംകാരെ ഒരു എന്താ പറയുക, ഒരു സമ്പത്ത് എന്ന് പറഞ്ഞ പോലെ. ഇത് വല്ലാത്തൊരു വികാരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ജസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടി. അരിപ്പൊടി എടുക്കുക, വെള്ളം ഒഴിക്കുക, ഉപ്പിടുക, നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു പാൻ വെക്കുക. ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക, അടച്ചു വെച്ച് വേവിക്കുക, എടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ
അപ്പോൾ കായ സ്ഥിതിക്കുമ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ സിങ്കിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിക്കാൻ ഞാൻ നേരം കിട്ടുമ്പോൾ രാവിലെ പാത്രം കഴുകിക്കാൻ, അല്ലെങ്കിൽ വൈകുന്നേരത്ത് വന്നാൽ ചത്ത് കടന്ന് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം സമയമുള്ളതുകൊണ്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സിങ്ക് ഒന്ന് വൃത്തിയായിട്ട് ഉരച്ച് കഴുകിയിട്ട് കയ്യും കഴുകിയിട്ട് ഇനി നമുക്ക് ചായ വെക്കാം കേട്ടോ. ചായ ഉണ്ടാക്കിയിട്ടില്ല, എല്ലാ പണി ഒരുങ്ങിയതിന് ശേഷമാണ് ഞാൻ ചായ ഉണ്ടാക്കാറ് പൊതുവേ. അപ്പം അങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. തിളച്ച് വരുമ്പോൾ ചായപ്പൊടി, അതുപോലെ തന്നെ ഇപ്പം ഞാൻ കുറേ ആയിട്ട് പഞ്ചസാര യൂസ് ചെയ്യാറില്ല കേട്ടോ, ശർക്കരപ്പൊടിയാണ് യൂസ് ചെയ്യാറ്. വലിയ മെച്ചമുണ്ടായിട്ടൊന്നല്ല, എന്നാലും പഞ്ചസാര ഇങ്ങനെ കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചായ റെഡിയായിട്ട് ഞാൻ വേഗം പോയി കുളിച്ചിട്ടോ, അലക്കി കുളിച്ച് വന്നിട്ട് വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ, ഒരു സമാധാനം. ഇപ്പോൾ സമയം ഒരു 8 മണിയായിട്ടേ ഉള്ളൂ. സമയമുണ്ട്, 8:30ക്കാണ് ഇറങ്ങേണ്ടത്. നമുക്കൊരു 10 മിനിറ്റോ 5 മിനിറ്റോ മതി റെഡിയാവാൻ വേണ്ടിയിട്ട്. അധികം സമയം ഇഷ്ടം പോലെ സമയമുണ്ട്. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം ഭഗവാന്റെ അടുത്തുനിന്ന് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനമാക്കി ഒരു പൊട്ടിട്ടു കേട്ടോ. എപ്പോഴും ഭസ്മക്കുറി ഇടും, അതെനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ തിരിഞ്ഞ് നിന്നിട്ടാണ് ഇത് അങ്ങോട്ട് തിരിഞ്ഞിടരുതെന്ന് ആരോ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അങ്ങനെ പൊട്ടൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അലക്കിയ തുണികളുണ്ടായിരുന്നു, കുറേ അലക്കാണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഡെയിലി അലക്കണോണ്ട് വലിയ പ്രശ്നമില്ല, എന്നാലും ഇന്ന് കുറച്ചധികം തുണികളുണ്ടായിരുന്നു കേട്ടോ. എന്തോ കുറച്ചധികം ഉണ്ടായിരുന്നു, എന്താണെന്ന് ഓർക്കുന്നില്ല. എങ്ങോട്ടോ ട്രിപ്പ് പോയതിൻ്റെ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അലക്കിയിട്ടാൽ വൈകുന്നേരം വരുമ്പോൾ നമുക്കത് പപ്പടം പോലെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ വേഗം നമുക്ക് മടക്കി വയ്ക്കാമല്ലോ രാത്രിയിൽ, അതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ നേരെ അകത്ത് കയറി വന്നിട്ട് ചോറ് കൊണ്ടുപോകാനുള്ള ചോറാക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രം എടുത്തിട്ട് അതിൽ കുറച്ചധികം എനിക്ക് കൊണ്ടുപോകാനുള്ളതല്ല കേട്ടോ, അത് മനസ്സിലായിക്കോ. എന്നിട്ട് ചോറാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മീൻ വറുത്തതും വെച്ചിട്ട് അടച്ചു വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ വേറൊരു പാത്രത്തിൽ നമ്മളെ തട്ടിക്കൂട്ട് സാമ്പാർ 2 കയ്യിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് സെറ്റ് ചെയ്തിട്ടോ. ഇനി നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സമയം ഉണ്ടെങ്കിലും എനിക്ക് നിന്ന് കഴിച്ചിട്ടാണ് എപ്പോഴും ശീലം, അതുകൊണ്ട് ഞാനെപ്പോഴും അപ്പം സാമ്പാറൊക്കെ എടുത്തിട്ട് നിന്ന് കഴിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, പെട്ടെന്ന് ഇവർക്കുള്ള ഫുഡും കൂടി കൊടുത്തിട്ട് ഞാൻ വേഗം റെഡി ചെയ്യാൻ പോയിട്ടോ. റെഡിയാകാനൊന്നുമില്ല, ജസ്റ്റ് സ്കിൻ കെയർ പിന്നെ ഡ്രസ്സ് മാറാം കേട്ടോ, അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ടൈമിൻ്റെ കാര്യമോ എന്തെല്ലാം പറയുന്നുണ്ട്. ഇന്ന് പിന്നെ നേരത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇതാണ് എൻ്റെ ഒരു നേരത്തെ എണീറ്റാൽ വലിയ കുഴപ്പമില്ലാതെ ടെൻഷനില്ലാതെ എല്ലാ പരിപാടി എടുത്തിട്ട് പോവാട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കടന്ന് ചാവേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അല്ല, എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബായ്.